കാര്യം എന്താണ്? നമ്മുടെ നാടുകളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ വീടുകളിൽ മുടങ്ങാതെ നമ്മൾ ചെയ്യേണ്ടത് കഥറത്തു സ്വലാത്തി അലാ റസൂലില്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളാണ്. സ്വലാത്ത് എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ള അമലാണെന്ന് ഞാൻ പറയേണ്ടതില്ല. നിങ്ങൾക്കറിയുമോ, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾക്ക് ദുർറുൽ മൻദൂദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. മഹാനായ യൂസുഫ് നബ്ഹാനി തങ്ങൾക്ക് സഅദത്തുദ് ദാറൈൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതപ്പെട്ടത് എന്തിനാണ്? സ്വലാത്തിന്റെ മഹത്വത്തെ പറയാൻ വേണ്ടിയാണ്. ഈ രണ്ട് ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയ ഒരു ഹദീസുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, എൻ്റെ ജീവിതത്തിന്റെ 2/3 ഭാഗവും ഞാൻ അവിടുത്തെ സുന്നത്ത്, അവിടുത്തെ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. തങ്ങൾ പറയുന്നു, ഉബയ്യേ, ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, അധികരിപ്പിച്ചാൽ നിനക്കതാണ് ഖൈർ. ആ സമയത്ത് മഹാനവറുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, എൻ്റെ ഈ ജീവിതം മുഴുവൻ അവിടുത്തെ സുന്നത്തുകൾക്ക് വേണ്ടി ഞാൻ, അവിടുത്തെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കുകയാണ്. ആ സമയം ഹബീബായ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? ഇദൻ യക്ഫിയക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ വേദനകൾക്കും പ്രയാസങ്ങൾക്കും ഇപ്പം നീ പറഞ്ഞ വാക്കില്ലയോ, ജീവിതം മുഴുവൻ സ്വലാത്ത് ചൊല്ലുമെന്ന്, അത് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഇമാം മറാഖിശി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ മിസ്ബാഹുൽ വലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അമ്മസ്വലാത്തു അലൻ നബി ഫസീറത്തുൻ മർദിയത്തുൻ തുമഹാ ബിഹൽ ആസാമോ വബിഹാ യനാലുൽ മർഉ ഇസ്സ ശഫാഅതി യുബ്നാ ബിഹൽ ഇഅ്സാസു വൽ ഇക്റാമു. ജനങ്ങളെ, സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങളറിയാതെ പൊറുക്കപ്പെടാനുള്ള മാർഗമാണ്. അള്ളാഹുവിന്റെ തൃപ്തി പിടിച്ചു പറ്റാനുള്ള മാർഗമാണ്. ഭൂമി ലോകത്തും ആഖിറത്തിലും നിങ്ങൾക്ക് സ്ഥാനങ്ങൾ ഉയരപ്പെടാനുള്ള മാർഗമാണ്. നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളില്ലേ, മോഹങ്ങളില്ലേ, അതെല്ലാം പൂർത്തിയായി വിടാനുള്ള മാർഗമാണ്. നിങ്ങളുടെ മനോതലങ്ങളിൽ ആരോടും പറയാതെ നിങ്ങൾ കൊണ്ട് നടക്കുന്ന സങ്കടങ്ങളില്ലേ, ആ സങ്കടങ്ങളെല്ലാം മായ്ക്കപ്പെടാൻ, അതിന് ഫർജ് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം കുല്ലി സ്വലാത്തി അലൻ നബി മുലാസിമാ ഫസ്വലാത്തുഹു ലനാ ജുന്നത്തും വസലാമൂ. ജീവിതം മുഴുവൻ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന രാത്രികളാണെങ്കിൽ ആ മനുഷ്യൻ ഈമാൻ കിട്ടാതെ മരിച്ചു പോവുകയില്ല. ഹുസ്നുൽ ഖാത്തിമത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി മഹാന്മാരെല്ലാം നമ്മെ പഠിപ്പിച്ചത് എന്താണ്? ജീവിതത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാനാണ്. മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിന്റെ മദീനയിലെത്താൻ നമ്മിൽ പലർക്കും സാധിച്ചില്ലല്ലോ. ആ ഹബീബായ തങ്ങളുടെ മദീന മലർവാടിയുടെ ഉമ്മറത്ത് തങ്ങൾക്ക് സേവനം ചെയ്ത് സ്വർഗം വാങ്ങിയ സ്വഹാബത്ത്, അവരെ പോലെ തങ്ങളുടെ കാലത്ത് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ആലോചിച്ച് നോക്കണം നമ്മൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് സമർപ്പിക്കാനുള്ള ഏറ്റവും വലിയ സേവനം എന്താണ് എന്ന് ഇമാം അബുൽ ഹസൻ ശാദുലി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ നാവുകൾ സ്വലാത്ത് കൊണ്ട് ധന്യമാകട്ടെ. നിങ്ങളുടെ രാത്രികളെ ഇഷ്ക് പാടുന്ന രാത്രികളാകട്ടെ. നിങ്ങളുടെ പാതിരാവുകൾ മുത്തുനബിയെ വായിക്കുന്ന രാത്രികളാകട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാൽ അവന് നൽകപ്പെടുന്ന പുണ്യം ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മൻ അഹബ്ബല്ലാഹ തആല, ഒരു മനുഷ്യൻ അല്ലാഹു
അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അവൻ ചെയ്യുന്ന പണി എന്താണ്? അക്സറ ദിക്റഹു, ഒരുപാട് ദിക്ർ അവൻ ജീവിതത്തിൽ പതിവാക്കും. എന്നിട്ട് പറയാണ് വസമറതുഹു, അങ്ങനെ ഒരു മനുഷ്യൻ ദിക്ർ ചൊല്ലാൻ തുടങ്ങിയാൽ കിട്ടുന്ന ഗുണം എന്താണ്? വയുദ്ഖിലുൽ ജന്നത മഅ അംബിയാഇഹി, ആ മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയും. മാത്രമല്ല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അവനെ സുഖലോക സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും കൂടെ. ഇതെല്ലാം ദിക്ർ ചൊല്ലുന്ന മനുഷ്യന് നൽകപ്പെടുന്ന മഹത്വമാണ്. ശേഷം മഹാനായ ഹബീബായ തങ്ങളെ കുറിച്ച് ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹദി അവറുകൾ പറയാണ്, വമൻ അഹബ്ബൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ മുത്തായ തങ്ങളെ പ്രണയിച്ച് അവിടുത്തെ മേലിൽ ഇഷ്ടം വെച്ചാൽ അവൻ ചെയ്യുന്ന പണി എന്താണ്? അവൻ ജീവിതത്തിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നതാണ്. അങ്ങനെ സ്വലാത്ത് അധികരിപ്പിച്ചാൽ നൽകപ്പെടുന്ന നന്മ എന്താണ്? അൽ വുസൂലു ഇലാ ശഫാഅ, ഹബീബായ തങ്ങളെ ശഫാഅത്ത് അവന് നൽകപ്പെടും. മാത്രമല്ല വസ്വഹബതിഹി ഫിൽ ജന്ന, നാളെ സ്വർഗത്തിൽ മുത്തായ തങ്ങളുടെ അരികോരത്തിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സ്വലാത്ത് ചൊല്ലലാണ്. വിശ്വാസികളെ, ആരാരും സഹായിക്കാനില്ലാത്ത ലോകമാണ് മഹ്ശറ, ആരാരും കൈപിടിക്കാനില്ലാത്ത ലോകമാണ് മഹ്ശറ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, പരിശുദ്ധമായ ഖുർആൻ ആ മഹ്ശറയിലെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതെന്താണ്? ഇന്ന് 30 ദശലക്ഷം പ്രകാശവർഷം അകലെയാണ് സൂര്യനുള്ളത്. ആ സൂര്യന്റെ ശക്തിയേറിയ താപത്തെ ഈ ഭൂമിയിൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു ചാണകല സൂര്യൻ ഉദിക്കുമെന്ന് കളവ് പറയാത്ത നുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആഖിറത്തിലെ ഒരു ദിവസം എങ്ങനെയാണ്? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ 50,000 കൊല്ലത്തെ ദൈർഘ്യമുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മളോട് പറയുന്നത്. നേരം വെളുത്താൽ പ്രഭാതമായാൽ പ്രദോഷമാകാത്ത ആ മഹ്ശറയിൽ നമുക്ക് തണല് വിരിക്കാനുള്ളത് ഹബീബായ തങ്ങളാണ്. മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നാളെ ആഖിറത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. റസൂലുള്ളാഹി തങ്ങളെ നമ്മളെങ്ങനെ കണ്ടുമുട്ടും? ലക്ഷക്കണക്കിന് സ്വഹാബത്ത് മുത്തുനബിയെ പൊതിഞ്ഞിരിപ്പുണ്ട്. അവരുടെ പിറകിൽ ലക്ഷക്കണക്കിന് ആശിക്കീങ്ങളുണ്ട്, ഹൃദയം കൊടുത്ത ഇമാമീങ്ങളുണ്ട്, ഹൃദയം തുറന്ന് ഇഷ്കെയ്തിയ മാദിഹീങ്ങളുണ്ട്. അവരെല്ലാം റസൂലുള്ളാഹിനെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്ന നേരം ആ മഹ്ശറയിൽ ഹബീബായ തങ്ങളെ കണ്ടുമുട്ടാനുള്ള ഒരേ ഒരു മാർഗമാണുള്ളത്. ആ മാർഗമാണ് ഔലന്നാസിബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാഹ്. നാളെ മഹ്ശറയിൽ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകൾ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയവരാണ്, സ്വലാത്ത് വർദ്ധിപ്പിച്ചവരാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി